ബിസ്മി ചൊല്ലി കയ്യങ്ങിട്ടിട്ട് വളമ്പിയാണ്ട് കൊടുത്തു. വരിയായി നിന്നിട്ട് സ്വഹാബത്ത് അങ്ങനെ വാരിക്കോരി തിന്നാൻ തുടങ്ങി. അത്ഭുതകരമായ സംഭവമാണ്. എല്ലാവരും വിശപ്പടക്കി. റസൂലുള്ളാഹി തിന്നു. അവസാനം ആ ആദ്യം വെച്ച കറിയും ചപ്പാത്തിയും അവിടെ തന്നെ. ഇത് മുഇസ്സത്താണ്. എന്നാൽ അതേ റസൂലുള്ളാഹിന്റെ ഭാര്യ നമ്മുടെ ഉമ്മ ആയിഷ ബീവി പറയാണ്, ദിവസങ്ങളോളം ഞങ്ങളുടെ അടുപ്പിൽ പുക ഉയർന്നിട്ടില്ല. വിശപ്പ് കൊണ്ട് സഹിക്കവയ്യാതെ പച്ചവെള്ളം മാത്രം കുടിച്ച സന്ദർഭമുണ്ട്. എന്തേ സഹോദരങ്ങളെ ആ കൈയൊന്ന് വെച്ചുകൊടുക്കുക ചെമ്പട്ടിയിൽ. അപ്പൊ അല്ലാഹു തആല അപ്പോൾ പ്രകടിപ്പിക്കുന്ന അത്ഭുതകരമായ ദൃഷ്ടാന്തമല്ലാതെ അങ്ങാടികളിൽ ഈ പച്ചമരുന്ന് കച്ചവടക്കാര് മരുന്ന് കൊണ്ടുവന്ന് ഹെൽപ്പറെ കൊണ്ട് ഇടിച്ചു പരത്തി ചെമ്പലിട്ട് ആറ്റി കന്നാസിൽ വെക്കുന്ന പോലെ വിൽക്കാനുള്ള കൈവല്ലത്. അതന്ന് മുസ്ലിയാക്കന്മാര് മൊയ്സത്തിനെയും കറാമത്തിനെയും തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ടുവരും. അതാണല്ലോ കെട്ടിയുയർത്തപ്പെട്ട ജാറങ്ങളിലേക്ക് ആൾക്കാരെ കൊണ്ടുപോകാൻ കള്ള കറാമത്തുകൾ കൊണ്ടുവന്ന് കള്ള സ്വപ്നങ്ങൾ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ റസൂലിനാകട്ടെ ഔലിയാക്കന്മാർക്കാകട്ടെ പ്രിയപ്പെട്ടവരെ റബ്ബ് കറാമത്തും മൊയ്സത്തും നൽകിയിട്ടുണ്ട്. അത് അവരെ കൈവല്ല, അത് അള്ളാഹു തആല അപ്പോൾ വെളിപ്പെടുത്തുന്നതാണ്. അത് മരിച്ച ശേഷം ഉണ്ടാവും, ജീവിതകാലത്തുണ്ടാവും, അതിലൊന്നും തർക്കം ആർക്കുമില്ല. എന്നാൽ അള്ളാഹു തആല പറയാണ്, അതിന്റെ അടിസ്ഥാനത്തിൽ ഓരോട് തേടാൻ പറ്റുമോ? പറ്റൂല. അല്ല പറയാണ്, നിങ്ങളെ തേട്ടത്തിനൊരു ഉത്തരവും അവർ ചെയ്തു തരൂല. എന്നിട്ട് ഉദാഹരണം പറയുന്നു അല്ലാഹു, ഇല്ലാ കബാസിതി കഫൈഹി ലിൽ മാഇ ലിയബ്ലുഗ ഫാഹു വമാ ഹുവ ബിബാലിഹി. എന്താണ്? ഒരു കിണറ്റിന്റെ വക്കത്ത് നിന്നിട്ട് ആ കിണറ്റിലുള്ള കയറും ബക്കറ്റും വെള്ളത്തിലേക്കിട്ട് വെള്ളം കോരി കുടിക്കാതെ ഒരുത്തൻ ചെയ്യാണെന്ത്? കിണറ്റിന്റെ വക്കത്ത് നിന്നിട്ട് കൈ നീട്ടുകയാണ്. എന്നിട്ട് ഓന്റെ ചിന്ത എന്താ, ആഗ്രഹം എന്താ? വായിലേക്ക് വെള്ളം വരട്ടെ. അള്ള ചോദിക്കുകയാണ്, കിണറ്റിന്റെ പുഴയുടെ വെള്ളത്തിന്റെ വക്കത്ത് നിന്ന് വെള്ളത്തിലേക്ക് കൈ നീട്ടിയവനെ പോലെയല്ലേ അള്ളാഹുവിനെ പുറമെ മറ്റുള്ളവരോട് ദുആ ചെയ്യുന്നവൻ? കാരണം അവന്റെ വായിലേക്ക് വെള്ളം വരില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴിഞ്ഞില്ല. വീണ്ടും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല വ്യക്തമായി തന്നെ നമുക്ക് പഠിപ്പിച്ചിരുന്നു. എവിടെയാണ് പഠിപ്പിച്ചിരുന്നത്? സൂറത്ത് ഫാത്തിറിന്റെ 13-14 ആയത്ത്. സൂറത്ത് ഫാത്തിറിന്റെ 13-14 ആയത്ത് എന്താണ്? ദാലിക്കുമുല്ലാഹു റബ്ബുക്കും, അങ്ങനെയുള്ളവനാകുന്നു നിങ്ങളുടെ രക്ഷിതാവ്. അങ്ങനെയുള്ളവനാണ് നിങ്ങളുടെ രക്ഷിതാവ്. എങ്ങനെയുള്ളവൻ? ഭൂമിയെ നമുക്ക് വിരിപ്പാക്കി തന്ന, ആകാശത്തെ മേൽക്കൂരയാക്കി തന്ന, കാർമേഘക്കീറുകളിലൂടെ മഴ നൽകിയ, അതുപോലെ ഭൂമിയിലൂടെ ഉപജീവനങ്ങൾ മുളപ്പിച്ചു തന്ന, നമുക്ക് നടക്കാനുള്ള കാല്, പിടിക്കാനുള്ള കൈ, കാണാനുള്ള കണ്ണ്, കേൾക്കാനുള്ള കാത്, ആഹാര ഭംഗിയുള്ള അംഗവൈകല്യങ്ങളില്ലാത്ത ശരീരപ്രകൃതി നൽകിയ കോടാനുകോടി അനുഗ്രഹങ്ങളുടെ ദാതാവാണ് അല്ലാഹ്. എന്നിട്ടല്ല പറയാണ്, ലഹുൽ മുൽക്കു, അവനാവുന്ന സർവാധിപത്യമുള്ളത്. വല്ലദീന തദഊന മിൻ ദൂനിഹി, അല്ലാഹനെ കൂടാതെ നിങ്ങൾ ആരെയൊക്കെ വിളിച്ചു തേടുന്നു, മാ യംലിഖൂന മിൻ ഖത്മീർ, അവർക്കൊന്നും ഈത്തപ്പഴക്കുരുവിന്റെ പാടയുടെ അത്ര പോലും ഉടമപ്പെടുത്താൻ കഴിയൂല. ഇവരെന്താ പറഞ്ഞത്? കൊടുത്ത കഴിവുണ്ട്. രണ്ടാമത്തെ തെളിവ് അല്ലാഹു പറയാണ്, ഈത്തപ്പഴത്തിന് തൊലിച്ചാൽ അതിന്റെ ഉള്ളിൽ ഒരു കുരുണ്ടാവും. ആ കുരുവിന്റെ മുകളിൽ കട്ടി പറഞ്ഞൊരു പാടുണ്ടാവും. ആ പാടയുടെ അത്ര പോലും നിങ്ങൾ വിളിച്ചു തേടുന്നവർ ഉടമപ്പെടുത്തുന്നില്ല എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, എത്ര ദുർബലമാണ്. എന്നിട്ട് അല്ലാഹു തആല പറയുന്നു, അതുകൊണ്ട് നിങ്ങൾ അവരെ വിളിച്ചു തേടിയാൽ ലാ യസ്മഊ ദുആക്കും, നിങ്ങൾ ദുആ അവർ കേൾക്കൂല. അത് കല്ല് കേൾക്കൂല, മരം കേൾക്കൂല, ബിംബം കേൾക്കൂല, ജാറത്തിലുള്ളവർ കേൾക്കൂല, മൺമറഞ്ഞു പോയ അമ്പിയാക്കൾ, ഔലിയാക്കൾ, ശുഹദാക്കൾ ആരും കേൾക്കൂല. ജിന്ന് കേൾക്കൂല, മലക്ക് കേൾക്കൂല, ശൈത്താൻ കേൾക്കൂല. അത് സഹോദരങ്ങളെ, ഹാജറായാലും കേൾക്കൂല, ഗായിബായാലും കേൾക്കൂല, ജീവിച്ചിരിക്കുന്ന അമ്മ കേൾക്കൂല, ബാബ കേൾക്കൂല. ഒരാൾക്കും ദുആ കേൾക്കാനും ദുആക്ക് ഉത്തരം ചെയ്യാനും പറ്റൂല. പക്ഷേ ഇന്ന് സലഫികൾ എന്ന് തെരുമ്പറയടിച്ച് നടക്കുന്നവർ പോലും അല്ലാഹുവിന് പുറമെ മലക്കുകളും ജിന്നുകളും ദുആ കേൾക്കുമെന്ന്, ദുആക്ക് ഉത്തരം ചെയ്യുമെന്ന് പറഞ്ഞില്ലേ? അത് തൗഹീദിന് വിരുദ്ധമല്ലേ? ഈ കാലം അത്രയും നമ്മൾ പഠിച്ച റബ്ബിന്റെ സിഫത്തിനെ മറികടക്കലല്ലേ? മില്ലത്ത് ഇബ്രാഹിം അലൈഹിസ്സലാമില് ആ ഇബ്രാഹിം നബി പ്രഖ്യാപിച്ച ഇന്നക സമീഉ ദുആ, ദുആ കേൾക്കാൻ കഴിയുന്നത് അല്ല മാത്രമെന്ന സിഫത്തിനെതിരല്ലേ? അല്ല പറയാണ്, നിങ്ങൾ അവരെ വിളിച്ചാൽ ലാ യസ്മഉ ദുആക്കും, അവരെ ദുആ കേൾക്കൂല. വലൗ സമീഉ, ഇനി കേട്ടാൽ തന്നെ എന്നല്ല, കേൾക്കുമെന്ന് നിങ്ങൾ സങ്കല്പിച്ചാൽ തന്നെ, എന്ന് പറഞ്ഞാൽ കേൾക്കൂല തന്നെ സങ്കല്പിച്ചാലും അതിനുവേണ്ടി എന്തൊക്കെ തെളിവുകൾ കൊണ്ടുവന്നാലും മസ്തജാബൂലക്ക്, അല്ല പറയാണ്, അവർക്ക് ഉത്തരം ചെയ്യൂല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, ഖിയാമത്ത് നാളിൽ അവർ ചെയ്തിട്ടുള്ള ഈ ശിർക്കിനെ അമ്പിയാക്കന്മാർ, ഔലിയാക്കന്മാർ, ജിന്നുകൾ, സ്വാലിഹായ മലക്കുകൾ എല്ലാവരും സഹോദരങ്ങളെ എതിർക്കും. അവർ പറയും, റബ്ബേ ഞങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. ഈ ആയത്ത് അല്ലാഹു അവസാനിപ്പിക്കുന്നത്
ഹൃദയത്തിൽ ഈമാൻ പറ്റാത്ത, നിബിതങ്ങളോട് സ്നേഹമുള്ള, പരലോകത്ത് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന നിഷ്കളങ്കരായ സഹോദരങ്ങൾ എന്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ ചിന്തിച്ചോ. വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ. അല്ല പറയാണ്, ഈ കാര്യങ്ങൾ സൂക്ഷ്മജ്ഞാനിയായ അല്ലാഹനെ പോലെ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേറെ ആരുമില്ലട്ടോ. അപ്പൊ സഹോദരങ്ങളെ, മൺമറഞ്ഞു പോയ അമ്പിയാക്കൾക്ക് അള്ളാഹു കൊടുത്ത കഴിവുകൊണ്ട്, ഔലിയാക്കൾക്ക് കൊടുത്ത കഴിവുകൊണ്ട് നമ്മളവരോട് തേടിയാ കേൾക്കും, ഉത്തരം കിട്ടും, നമ്മൾ ആഗ്രഹം സഫലീകരിക്കും. അബദ്ധമാണ്. മൂന്നാമത്തെ തെളിവ് പറയാൻ പോവാണ്. ഖുർആനാ പറയുന്നത്. ഏതെങ്കിലും മുജാഹിദിനെ ഗന്ധത്തിന് പറയല്ല കേട്ടോ, വിശുദ്ധ ഖുർആനാ പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എവിടെയാണ്? 22-ാം അധ്യായം സൂറത്ത് ഹജ്ജ് 73-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പറയുന്നു, യാ അയ്യുഹന്നാസ്, ഹേ ജനങ്ങളെ, ഇവിടെ ഇതാ ഒരു ഉപമ വിവരിക്കാൻ പോവുകയാണ്, ഒരു ഉദാഹരണം അല്ലാഹു പറയാൻ പോവുകയാണ്. ഫസ്തമിഊലഹു, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണേ. അല്ലാഹു തആലയുടെ ഒരു ശൈലിയാണത്, കലാമിന്റെ ഒരു ശൈലിയാണ് അല്ലേ. കാര്യം അങ്ങോട്ട് പെട്ടെന്ന് പറഞ്ഞ മുമ്പ് ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. എല്ലാവരും ഒന്ന് പറ എന്ന് പറയുന്ന പോലെ ഇവിടെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണേ. നല്ല പറയാ, ഞാൻ പറയല്ല, അള്ളാഹു പറയാൻ. ഇങ്ങനെ എന്താണ് അള്ളാഹു തആല പറയുന്നത് കേട്ടോളൂ. ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ്, അള്ളാഹനെ കൂടാതെ നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്ന, സങ്കടങ്ങൾ പറയുന്ന, വിളിച്ചു തേടുന്ന, കാണിക്കകൾ സമർപ്പിക്കുന്ന, പൊരുത്തമാഗ്രഹിച്ച് നേർച്ച കൊടുക്കുന്ന, പൊരുത്തമാഗ്രഹിച്ചുകൊണ്ട് ബദ്രീങ്ങളുടെ പേരിൽ, ഷെയ്ഖ് ജീലാനിയുടെ പേരിൽ, റിഫായി ഷെയ്ഖിന്റെ പേരിൽ, അതുപോലെ തന്നെ സഹോദരങ്ങളെ കബറുകൾ കെട്ടിക്കിടക്കുന്ന ഒരുപാട് ഷെയ്ഖന്മാരുടെ പേരിലൊക്കെ, ഔലിയാക്കന്മാരുടെ പേരിലൊക്കെ പല വസ്തുക്കളും നേർച്ചയാക്കുന്നില്ലേ, മൃഗങ്ങളെ അറുത്തുകൊണ്ട് പൊരുത്തമാഗ്രഹിക്കുന്നില്ലേ. അല്ലാഹു തആല പറയാണ്, അല്ലാഹുവിന്റെ പുറമെ നിങ്ങൾ ആരിലേക്കൊക്കെ എന്തൊക്കെ നൽകുന്നുവോ ഇബാദത്ത്, അല്ല പറയാണെന്ത്, അവരൊക്കെ നിങ്ങൾ ലോകത്തുനിന്ന് വിളിച്ചു തേടുന്ന മുഴുവൻ ആളുകളും, അത് മുസ്ലിം സമുദായത്തിലാകട്ടെ, അമുസ്ലിങ്ങളിലാകട്ടെ, ക്രിസ്ത്യാനി സമൂഹത്തിലാകട്ടെ, ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരാകട്ടെ, അവരോടൊക്കെ അല്ലാഹു തആല സംസാരിക്കുകയാണ്. മനുഷ്യരെ, ഇന്ന് നിങ്ങൾ റബ്ബിന്റെ പുറമെ വിളിച്ചു തേടുന്ന, ആരാധിക്കുന്ന, നേർച്ച വഴിപാടുകൾ കൊടുക്കുന്ന, കാണിക്ക സമർപ്പിക്കുന്ന ഓരൊറ്റ ആരാധന്മാരും മൂർത്തികളും അതുപോലെ ഔലിയാക്കന്മാരും ശുഹദാക്കന്മാരും ഒന്നും ഒരു ഈച്ചയെപ്പോലും പടച്ചിട്ടില്ല. നോക്കി, അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിൽ കോടാനുകോടി ജീവജാലങ്ങളിൽ ഒരു ചെറിയ പ്രാണിയാണ് ഈച്ച. അല്ലാഹു ഉദാഹരണം പറയാണ്, ആ ഈച്ചനെ പോലും അവർക്ക് പടക്കാൻ സ്വന്തമായിട്ട് കഴിഞ്ഞിട്ടില്ല. അവർക്ക് ഒരിക്കലും സഹോദരങ്ങളെ ഈച്ചയെ പോലും പടച്ചിട്ടില്ല. ഇനി അല്ലാഹു തആല പറയാണ്, ആ പടക്കാനുള്ള കഴിവ് അവർക്കില്ലെങ്കിൽ എല്ലാവരും കൂടി ഒരുമിച്ച് കൂട്ടിയാലോ അവർക്കും കഴിയൂല. അപ്പൊ ഒരാൾക്ക് കഴിയൂല, കോടാനുകോടി ആരാധന്മാർക്കും കഴിയൂല. അപ്പെന്താ, ഒരാൾക്ക് കഴിവുണ്ട് മറ്റൊർക്ക് കഴിവില്ല എന്നല്ല, ഒരാൾക്കും കഴിവില്ല. ഗുരുവായൂരപ്പന് കഴിവില്ല, വേളാങ്കണ്ണി മാതാവിന് കഴിവില്ല, അതുപോലെ തന്നെ ആ രൂപത്തിലുള്ള ആളുകൾക്കൊന്നും കഴിയില്ല. ഷെയ്ഖ് ജീലാനി കഴിവുണ്ട്, റസൂലുള്ളാഹി കഴിവുണ്ട്, ഔലിയാക്ക് കഴിവുണ്ട്, അങ്ങനെ പറയാല്ല. അല്ലാഹ് പറയാണ്, നിങ്ങൾ വിളിച്ചു തേടുന്ന ഒരു മഖ്ലൂഖിനും ഒരു ഈച്ചയെ പോലും സൃഷ്ടിക്കാൻ കഴിയില്ല. നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടിയാലും കഴിയൂല. പിന്നെയോ, ഇനി വീണ്ടും പറയുന്നു അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല, ഇനി നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ കഴിവില്ലെങ്കിൽ വീണ്ടും അല്ലാഹുവിന്റെ വെല്ലുവിളി, വഇയസ്ലുബൂഹും അദ്ബാബു ശൈആ ലാ യസ്തൻഖിദൂഹു മിൻഹു. ഈച്ച ആ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ആ ജാറത്തിൽ അല്ലെങ്കിൽ ആ ചർച്ചില് ആ ഭക്തൻ സഹോദരങ്ങളെ, ആ മുരീദ് അല്ലെങ്കിൽ അവിടെ പോയി സങ്കടം പറഞ്ഞ മനുഷ്യന് ചേർത്ത് സമർപ്പിച്ചിട്ടുള്ള ആ ചോളാപ്പൊരി ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ തേങ്ങാപ്പൂരുണ്ടല്ലോ, ആ ചെറുപഴമുണ്ടല്ലോ, അവിടെയുള്ള അലുവയുണ്ടല്ലോ, നേർച്ചക്കഞ്ഞി ഉണ്ടല്ലോ, അതൊക്കെ ആ ഔലിയന്റെ വകയല്ലേ, ഔലിയന്റെ അധീനത്തിൽപ്പെട്ടതല്ലേ, അദ്ദേഹത്തിന്റെ പൊരുത്തം ഗ്രഹിച്ച് അദ്ദേഹത്തിന് വേണ്ടി കൊടുത്തതല്ലേ. എങ്കിൽ അല്ലാഹു പറയാ, നിങ്ങൾ നേർച്ച സമർപ്പിച്ച പായസത്തിൽ നിന്ന്, ആ ജാറത്തിലെ അന്നത്തെ വിളമ്പുന്ന നേർച്ച ചോറിൽ നിന്നോ നേർച്ചക്കഞ്ഞിയിൽ നിന്നോ ഒരു ഈച്ച വന്നിട്ട് അതിലിരുന്ന് ഒരൽപ്പം കുടിച്ച് കാലുമ്മൽ കുറച്ച് പറ്റിപ്പിടിച്ച് ഈച്ച അങ്ങ് പാറിയാ അല്ലാഹു തആല പറയുകയാണ്, എന്ത് ലാ യസ്തൻഖിദൂഹു മിൻഹു. ആ ഈച്ചയെ പിടിച്ചിട്ട് നിന്റെ ഹക്കിങ്ങോട്ട് കൊണ്ടാ, എനിക്ക് വേണ്ടി ആൾക്കാർ നേർച്ചാക്കിയ പായസം കൊണ്ടാ, ചെറുപായത്തിന്റെ കഷ്ടം കൊണ്ടാ, തേങ്ങാപ്പൂളിന് കൊണ്ടാ, അരിമണി ഇങ്ങോട്ട് കൊണ്ടാ എന്ന് പറയാൻ പോലും, പിടിച്ചു വാങ്ങാൻ പോലും നിങ്ങൾ ഇന്ന് വിളിച്ചു തേടുന്നവർക്ക് ശക്തിയില്ല. ആരെ വാക്കാത്? നമ്മെ സൃഷ്ടിച്ച, അവരെ സൃഷ്ടിച്ച, എല്ലാം സൃഷ്ടിച്ച, നേർമാർഗം കാണിച്ചെന്ന, ഖുർആൻ അവതരിപ്പിച്ചെന്ന അല്ലാഹു തആല പറഞ്ഞാണ്. എന്നിട്ട് അല്ലാഹു തആല വീണ്ടും പറയും, അതുകൊണ്ട് പ്രാർത്ഥിക്കപ്പെടുന്നവരും പ്രാർത്ഥിക്കപ്പെട്ടവരും ബലഹീനർ തന്നെ, വിളിച്ചോലും വിളിച്ചു തേടിയവരും ബലഹീനർ തന്നെ എന്ന് പറഞ്ഞാൽ തേടുന്നവനും തേടപ്പെട്ടവനും ഒന്നും പ്രത്യേകതയില്ല സഹോദരങ്ങളെ. അതുകൊണ്ട് ഇതിന് അർത്ഥം എന്താ? മഹാന്മാരായ അമ്പിയാക്കൾ ഔലിയാക്കൾ അനാദരിക്കണം എന്നല്ല.
ഓൽക്കൊന്നും ഒരു പ്രത്യേകത ഇല്ലാന്നല്ല, അവരൊന്നും മഹാന്മാരല്ലാന്നല്ല, അവരൊക്കെ ഉത്കൃഷ്ടരാണ്, അവരെ ആദരിക്കപ്പെടണം. അവരെ പേരേക്കും റളിയല്ലാഹു പറയണം, അമ്പിയാക്കളെ പേരേക്കും അലൈഹിസ്സലാത്തു വസ്സലാം പറയണം, സയ്യിദുന ഹബീബുന ഷഫീഉന റസൂലുള്ളാഹിയുടെ പേരേക്കുമ്പോ സദസ്സിൽ വെച്ച് ഉറക്കനെയല്ല ചുണ്ടു ചലിപ്പിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം. അള്ളാഹുവിന്റെ ഹബീബിന്റെ മുടിക്ക് പ്രത്യേകതയുണ്ട്, വിയർപ്പിന് പ്രത്യേകതയുണ്ട്, കൈകൾക്ക് പ്രത്യേകതയുണ്ട്, തുത്തുനീരിന് പ്രത്യേകതയുണ്ട്, ശരീരത്തിന് പ്രത്യേകതയുണ്ട്. സാധാരണ മനുഷ്യനല്ല, അസാധാരണത്വമുള്ള മനുഷ്യനാണ്. ഇതെല്ലാം നമ്മൾ അംഗീകരിക്കുകയാണ്. പക്ഷേ ആ പ്രവാചകനെ പ്രമാണങ്ങളിലൂടെ മനസ്സിലാക്കുന്നതിന് പകരം മങ്കൂസ് മൗലിദിലൂടെ, ഷറഫന മൗലിദിലൂടെ, അഷ്റഖ മൗലിദിലൂടെ, സുബ്ഹാന മൗലിദിലൂടെ, കെട്ടുകഥകളിലൂടെ, മാലകളിലൂടെ, സ്വപ്നക്കഥകളിലൂടെ മുസ്ലിം സമുദായത്തിന് നേതൃത്വം നൽകുന്ന പണ്ഡിതന്മാർ വിശദീകരിക്കുന്ന അബദ്ധവിശ്വാസങ്ങളിലൂടെ റസൂലുള്ളാഹിനെ പഠിക്കുക സഹോദരങ്ങളെ. അല്ലേ, ഞാൻ തുടക്കത്തിൽ ഓതി വെച്ചൊരായത്തിന്റെ അതേതാ? ഖുർആൻ പറയാണ്, യാ അയ്യുഹൻ നബിയേ, പ്രവാചകരെ, ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ. യാ അയ്യുഹൻ നബിയേ, പ്രവാചകരെ, ഇന്നാ അർസൽനാക, താങ്കൾ നാം അയച്ചിട്ടില്ല, എന്തിനല്ലാതെ, ഷാഹിദൻ, ലോകർക്കുള്ള മുഴുവനും ഒരു മാർഗദർശിനിയാണ്, അതോടൊപ്പം തന്നെ മുബശ്ശിറൻ വനദീറാ, സ്വർഗത്തെക്കുറിച്ച് സന്തോഷവാർത്തറിയിക്കുന്ന, നരകത്തെക്കുറിച്ച് താക്കി നൽകുന്ന ഒരു ഉപദിന പ്രബോധകനായിട്ടാണ്. അതുകൊണ്ട് വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി, അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം ലോകത്തുള്ള മനുഷ്യരെ ദീനിലേക്ക് ക്ഷണിക്കാനുള്ള ഒരു പ്രബോധകനാണ് നബിയെ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അല്ലാഹു തആല നബിയെ പറ്റി പറയാണെന്ന്, വസിറാജൻ മുനീറാ, താങ്കൾ ലോകർക്കുള്ള ഒരു വിളക്കുമാടമാണ് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ട്യൂബ് ലൈറ്റ് പോലെ, ചിമ്മിനി വിളക്കിന്റെ ഉള്ളിലുള്ള ആ ഒരു തീനാളം പോലെ പ്രകാശിക്കുന്ന വ്യക്തിയാണെന്ന അർത്ഥത്തിലല്ല. അള്ളാഹുവിന്റെ ഹബീബിന്റെ ശരീരപ്രകൃതി ആദം സന്തതികളുടെ പ്രകൃതിയാണ്, മണ്ണിൽ നിന്നാണ് പടക്കപ്പെട്ടിട്ടുള്ളത്, മണ്ണിന്റെ പ്രകൃതിയാണുള്ളത്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യപ്രകൃതി എന്ന നിലക്ക് നമ്മെപ്പോലെയുള്ള ഒരു മനുഷ്യപ്രകൃതിയാണ്. തിന്നുക, കുടിക്കുക, വിശപ്പുണ്ടാവുക, വികാരമുണ്ടാവുക, ചോര വരിക, അതുപോലെ ദുഃഖമുണ്ടാവുക, സന്തോഷിക്കുക തുടങ്ങിയ എല്ലാ തരത്തിലുള്ള വികാരങ്ങളുണ്ട്. എന്തുകൊണ്ടാണ്? മനുഷ്യനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ അസാധാരണത്വമുള്ള മനുഷ്യനാണ്. പക്ഷേ സഹോദരങ്ങളെ, ഈ ഒരു വിശ്വാസത്തിന് പകരം മുസ്ലിം സമുദായത്തിലെ ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പഠിപ്പിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പകുതി മനുഷ്യനും പകുതി മലക്കുമാണ് എന്നാണ്, പ്രകാശത്തിന്റെ ഉടമയാണ് എന്നാണ്. എത്രത്തോളമാണ് ഇവരെ പറഞ്ഞു വരുന്നതെന്ന് ചോദിച്ചാൽ, ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറയുന്ന മഹമൂദ് മാലയിൽ കാണാൻ കഴിയുന്ന ഒരു വരിയുണ്ട്. അതെന്താ അറിയങ്ങള്? തങ്ങളൊലിവാനീരുൾ രാവിൽ വീണുള്ളേ ദോഷിയും ആയിഷ ബീവിയെടുത്തോവർ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരിക്കൽ വസ്ത്രം തുന്നിയാണ്, അത് സൂചി താഴെ വീണ് പോയി. നമ്മുടെ വീട്ടിലൊക്കെ നമ്മുടെ ഭാര്യമാരെ കയ്യിൽ നിന്ന് സൂചി വീണാലേ നോക്കി മനുഷ്യ എമർജൻസി ഒന്നും കൊണ്ടുപോയി ആ ടോർച്ചൊന്നും കൊണ്ടുപോയി പറയുന്ന പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നബിയെ നിങ്ങളൊന്നും ഇങ്ങോട്ട് നിൽക്കി, നിങ്ങളെ വെളിച്ചം കൊണ്ട് ഞാൻ വീണുപോയ സൂചി ഒന്നും എടുക്കട്ടെ. അത് മഹമൂദ് മാല പ്രകാരം പറയുകയാണെന്ന്, ആയിഷാ ബീബി സൂചി തുണ്ട് വസ്ത്രം തുന്നുമ്പോ വീണുപോയ സൂചി കിട്ടാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകാശം വേണ്ടി വന്നു എന്നാ. അപ്പൊ പല വിശ്വാസം എന്താ? അള്ളാന്റെ ഹബീബ് സാക്ഷാൽ ട്യൂബ്ലൈറ്റ് പോലെ ഇങ്ങനെ തിളങ്ങുന്ന ഒരു വ്യക്തിത്വമാണെന്ന. അത് അഹ്ലു സുന്ന പഠിപ്പിക്കാത്ത വിശ്വാസമാണ്. അത് സൂഫി വര്യന്മാരിലൂടെ പഠിപ്പിക്കപ്പെട്ടതാണ്. അത് അഹ്ലു സുന്നത്ത് വെച്ച് മാത്രമേ വിശ്വാസമല്ല സഹോദരങ്ങളെ. അതുകൊണ്ട് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകർക്കുള്ള മാതൃകാ പുരുഷനാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാം നിരുപാധികം പിൻപറ്റണം. അപ്പോൾ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. വിശുദ്ധ ഖുർആൻ 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാൻ 31-ാമത്തെ സൂക്തത്തിലൂടെ പറഞ്ഞു, ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം. അല്ലാഹു പറയാണ്, ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ, നിങ്ങൾ അല്ലാഹനെ സ്നേഹിക്കുന്നുണ്ടോ, ഇഷ്ടപ്പെടുന്നുണ്ടോ എങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റണേ, എങ്കിൽ യുഹിബ്ബുകുമുല്ലാഹ്, അല്ലാഹു തആല നിങ്ങളെ സ്നേഹിക്കുന്നതാണ്, ഇഷ്ടപ്പെടുന്നതാണ്. അങ്ങനെ അല്ലാഹുവിന്റെ റസൂലിനെ പിൻപറ്റിയാൽ, അല്ലാഹുവിന്റെ ഇഷ്ടം നമുക്ക് കിട്ടിയാൽ സഹോദരങ്ങളെ, നമ്മുടെ പാപങ്ങൾ അല്ലാഹു തആല പൊറുക്കുന്നതാണ്. അതോടൊപ്പം തന്നെ വയഗ്ഫിർ ദുനൂബക്കും, അല്ലാഹു തആല നമ്മുടെ പാപം പൊറുത്താൽ നമുക്ക് സ്വർഗ്ഗത്തിൽ പോകാം. അതുകൊണ്ട് തന്നെ നബി തങ്ങൾ പറഞ്ഞില്ലേ, കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്നത ഇല്ലാ മൻ അബാ, എന്റെ ഉമ്മത്തിൽ നിന്ന്
എല്ലാവരും എന്നോടൊപ്പം സ്വർഗത്തിൽ പോകുന്നതാണ്. ഇല്ലാമൻ അബാ, വിസമ്മതിച്ചവരൊഴികെ. സ്വഹാബത്ത് ചോദിച്ചു, ഖീല വമൻ അബയാ റസൂലല്ലാഹ്, ആരാണ് നബിയെ വിസമ്മതിച്ചത്? അവിടുന്ന് പറഞ്ഞു, ഖാല വമൻ അതാനി ദഖലൽ ജന്ന വമൻ അസാനി ഫഖദ് അബാ. ആര് എന്റെ സുന്നത്തിനെ സ്നേഹിച്ചുവോ, എന്റെ സുന്നത്തിനെ പിൻപറ്റിയോ, എന്റെ ചര്യകളെ കൃത്യമായ ജീവിതത്തിൽ പകർത്തിയോ, അബദ്ധവിശ്വാസങ്ങള്, തെറ്റായ നിലപാടുകള്, ഖുറാഫാത്തുകള്, അന്ധവിശ്വാസങ്ങള്, ശിർക്കിന്, ബിദ്അത്തിന്, അതുപോലെയുള്ള ഹറാമുകള് എല്ലാം ആര് വർജിച്ചോ, ഒഴിവാക്കിയോ, അവരാകുന്നു യഥാർത്ഥത്തിൽ എന്റെ കൂടെ സ്വർഗത്തില്. എന്നാൽ നരകത്തിൽ പോകുന്നത് എന്റെ ചര്യക്ക് വിസമ്മതം കാണിച്ചവരാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ സഹോദരങ്ങളെ, കുടുംബജീവിതത്തിലും വ്യക്തിജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും സാമ്പത്തിക ജീവിതത്തിലും ലൈംഗിക ജീവിതത്തിലും രാഷ്ട്രീയ ജീവിതത്തിലും രാഷ്ട്രാന്തരിക ജീവിതത്തിലും വൈദേശിക ജീവിതത്തിലും എല്ലാം പ്രവാചകന്റെ മാതൃകകൾ തിളങ്ങി നിൽക്കണം, ഉജ്ജ്വലമായി തിളങ്ങി നിൽക്കണം. അത് കേവലം ബാഹ്യമായ രൂപഭാവങ്ങളിൽ മാത്രം പോരാ, ആന്തരികമായും ഉണ്ടാകണം. പല ആളുകൾക്കും ആന്തരികമായി ഹൃദയത്തിൽ തഖ്വയും ശുദ്ധിയൊക്കെ ഉണ്ടാവും, പക്ഷേ സുന്നത്തുകൾ എത്തിക്കാൻ പേടിയാണ് അല്ലേ? താടി ഇങ്ങനെ വടിച്ചു കളയും, നിര്യാണയ്ക്ക് താഴെ വസ്ത്രം താഴ്ത്തും, പുകവലിക്കും, പലിശക്ക് കൊടുക്കും, പലിശ വാങ്ങും, വാഹനം പലിശയില, വീട് പലിശയില, കച്ചവടം ഡെവലപ്പാക്കാൻ വീണ്ടും ലോണ. അതുപോലെ തന്നെ മകനെ വിവാഹം കഴിപ്പിക്കുമ്പോൾ സ്ത്രീധനം വാങ്ങിയാണ്, ചോദിക്കാതെ ആഭരണമായി പണ്ടമായി അറയായി വിസയായി, സഹോദരങ്ങളെ ജോലിയായി ജോലി വാഗ്ദാനമായി, അടവിന് തൂക്കത്തിൽ കൃത്രിമം കാണിക്കുക, അന്യന്റെ മുതൽ കക്കുക, സ്വന്തം പിതാവിനെ പോലെ സഹോദരങ്ങളെ കച്ചവടത്തില് ഷെയർ ചേർത്തിക്കൊണ്ട് അവസാനം തള്ളിക്കളഞ്ഞ് കച്ചവടം ചതിയിലൂടെ പിടിച്ചെടുക്കുക, കുടുംബക്കാരന്റെ അതിരുമാന്തുകയാണ്, കോടതിയിൽ കയറി കള്ളസാക്ഷ്യം പറയാണ് അല്ലേ? ഇങ്ങനെയുള്ള സകലമായ നിഷിദ്ധ പ്രവർത്തനങ്ങളും ജീവിതത്തിലുണ്ടാകും. എന്നാലോ നിസ്കാരം, നോമ്പ്, സക്കാത്തും ഹജ്ജൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് അത് പോരാ, മാതൃകയുള്ള മുസ്ലിങ്ങളായി നമ്മൾ മാറണം. എങ്കിലേ പ്രിയപ്പെട്ടവരെ നമുക്ക് ആ അള്ളാഹു തൃപ്തിപ്പെട്ട ആളുകളുടെ കൂടെ സ്വർഗത്തിൽ പോകാൻ കഴിയുള്ളൂ. വിശുദ്ധ ഖുർആൻ പറയുന്നത് നോക്കൂ നിങ്ങൾ. ഏതാനും രണ്ടായത്തുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. 39-ാം അധ്യായം സൂറത്ത് സുമറിന്റെ 73-74 ആയത്തിലുള്ള അല്ലാഹു തആല പറയുന്നു കേട്ടോ, വസീഖല്ലദീന തഖൂ റബ്ബഹും ഇലൽ ജന്നത്തി സുമറാ. അല്ലാഹു തആല രഹസ്യമായും പരസ്യമായും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിച്ചവരുണ്ടല്ലോ, നബി തങ്ങളെ കൃത്യമായി പ്രമാണത്തിലൂടെ പിൻപറ്റി ജീവിച്ചവരുണ്ടല്ലോ, അവരെ അല്ലാഹു തആലയുടെ സബാനിയാക്കള് കർമ്മരേഖ വെച്ചതിന് ശേഷം സ്വർഗത്തിലേക്ക് അല്ലാഹു തആല കൊണ്ടുപോകാൻ പറയുമ്പോ കൂട്ടം കൂട്ടമായി അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ആ സമയത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വർഗത്തിന്റെ കവാടങ്ങള് അല്ലാഹു നിർദ്ദേശിച്ച മലക്കുകൾ കാവൽക്കാരായിട്ടുണ്ടാകും. ഫഖാലഹും ഖസനതുഹാ, ആ കാവൽക്കാര് ഈ വിശ്വാസികളോട് പറയാണ്, സലാമുൻ അലൈക്കും തുബ്തും ഫദ്ഖുലൂഹാ ഖാലിദീൻ, നിങ്ങൾ നിർഭയരായിക്കൊണ്ട് ശാശ്വതമായി സ്വർഗത്തിലേക്ക് നിങ്ങൾ കടന്നുപോരോ. ഖാലിദീന ഫീഹാ ഖാലിദീന, അതിൽ നിങ്ങൾ ശാശ്വതവാസികളാണ്. എന്നിട്ടതാ സഹോദരങ്ങളെ പറയുന്നു പിന്നീട് ഖുർആൻ, ഖാലു, അവർ പറയുന്നുണ്ട്, അൽഹംദുലില്ലാഹില്ലദീ സബഖനാ വഅദഹു വഅൗറസനല്ലാഹ നതബവ്വഅ മിനൽ ജന്നതി ഹൈസു നശാ ഫനിഅമ അജ്റുൽ ആമിലീൻ. ആ വിശ്വാസികൾ പറയുന്നുണ്ട്, റബ്ബേ നിന്റെ വാഗ്ദാനം സത്യമായി നീ പാലിച്ചിരിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഞങ്ങൾക്ക് അധിവസിക്കാനുള്ള ഭാഗ്യവും നീ തന്നിരിക്കുന്നു. ഈ സ്വർഗം, ഈ സ്വർഗഭൂമി ഞങ്ങൾക്ക് അവകാശപ്പെടുത്തി തന്ന ആ റബ്ബിനെ സ്തുതിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. നോക്കി നിങ്ങള്, ആ സ്വർഗം നേടാനുള്ള അവസരമാണ് പ്രിയപ്പെട്ടവരെ. ഇസ്ലാമിലെ പുണ്യകർമ്മങ്ങള് അതിൽപ്പെട്ട ഒരു അവസരമാണ് സലഫികളായി നമുക്ക് ഈ പ്രദേശത്ത് വന്നിട്ടുള്ളത്. ഈ നിൽക്കുന്ന പരിസര പ്രദേശത്തുള്ള സഹോദരങ്ങളെ, ആ ഭൂമിയെ റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് പള്ളി നിർമ്മിക്കുവാൻ നമുക്കുള്ള അവസരം കിട്ടുമ്പോൾ ആ സ്ഥലത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണേ. ആ പള്ളി നിർമ്മാർജ്ജനത്തിന് വേണ്ടി സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും പ്രാർത്ഥനകൾ കൊണ്ടും നിങ്ങൾ നിറവാകണേ. ഉജ്ജ്വലമായ ഒരു പ്രതിഫലമാണ് നമുക്ക് കിട്ടുക. من بنى مسجدا لله تعالى كمفخذ خطاة وسرى بنى الله له بيتا في الجنة. റസൂൽ പറയാറ്, ഒരു പക്ഷി അടയിരിക്കുന്ന കൂടിന്റെ അത്ര ഒരു ചെറിയ പള്ളി ഒരാൾ നിർമ്മിച്ചു കഴിഞ്ഞാൽ അല്ലാഹു തആല സ്വർഗത്തിലേക്കൊരു സ്വർഗം നൽകുന്നതാണ്, ഭവനം നൽകുന്നതാണ്. അപ്പൊ ആ പള്ളിക്ക് വേണ്ടി നമ്മുടെ വകയായി എന്ത് കൊടുത്താലും സഹോദരങ്ങളെ, ആ പള്ളിയുടെ സ്ഥലമാകട്ടെ, പള്ളിയുടെ നിർമ്മാണത്തിന്റെ ഭാഗമാകട്ടെ, അതുമായി ബന്ധപ്പെട്ട പിന്നീടുള്ള തുടർ പ്രവർത്തനങ്ങളാകട്ടെ, നമ്മുടെ ഹൃദയം റബ്ബിന്റെ
നിന്റെ ഭവനമായി കൊളത്തിടണേ, കൃത്യമായി ജമാഅത്തിൽ പങ്കെടുക്കണേ, കൃത്യമായി നമ്മൾ തഹജ്ജുദ് നമസ്കരിക്കണേ, സുന്നത്തുകൾ അനുഷ്ഠിക്കണേ, ഹറാമുകൾ ഒഴിവാക്കണേ. വിശ്വാസിയുടെ വസന്തകാലമായ പരിശുദ്ധമായ സമാഗതമാവുകയാണ്. അല്ലാഹുവിലേക്ക് ഇറങ്ങാനുള്ള ആഫിയത്ത്, ആരോഗ്യം, അവസരം, ഈമാൻ ഞങ്ങൾക്ക് നൽകണേ. ദുആ ചെയ്യണം മുഅ്മിനീങ്ങളെ. നമ്മള് നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മഹ്ശറിലെ വിചാരണ കഴിഞ്ഞിട്ട് കർമ്മങ്ങളൊക്കെ വേർതിരിച്ചു കഴിഞ്ഞിട്ട് ഇദാ സ്വാറ അഹ്ലുൽ ജന്നത്തി ഇലൽ ജന്ന വ അഹ്ലുൻ നാരി ഇലൻ നാർ, സ്വർഗ്ഗക്കാരെ സ്വർഗ്ഗത്തിലേക്കും നരകാവകാശികൾ നരകത്തിലേക്കും വേർതിരിച്ചു കഴിഞ്ഞാൽ ജിഅബിൽ മൗത്ത്, അതാ അല്ലാഹു മലക്കുകളോട് പറയുന്നുണ്ട് മരണത്തെ കൊണ്ടുവരാൻ. ഉടനെ മരണത്തെ കൊണ്ടുവരും. മരണത്തെ വലിച്ചിങ് കൊണ്ടുവരും മലക്കുകൾ, സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ഇടയിൽ നിർത്തുന്ന. ഹത്താ യജ്അലു ബൈനൽ ജന്നത്തി വന്നാരി സുമ്മ യദ്ബഹു, സ്വർഗത്തിന്റെ നരകത്തിന്റെ മധ്യത്തിൽ നിർത്തിയിട്ട് സുമ്മ യദ്ബഹു, പിന്നീട് സഹോദരങ്ങളെ അറുത്തുകളയാണ്. എന്നിട്ട് യുനാദി മുനാദ്, വിളിച്ചു പറയുന്നവൻ വിളിച്ചു പറയുന്നു, യാ അഹ്ലൽ ജന്നത്തി ലാ മൗത്ത്, ഏ സ്വർഗക്കാരെ നിങ്ങൾക്ക് മരണമില്ല. യാ അഹ്ലൻ നാരി ലാ മൗത്ത്, നരകക്കാരെ നിങ്ങൾക്കും മരണമില്ല. വയസ്ദാദു അഹ്ലുൽ ജന്നത്തി ഫർഹൻ ഇലാ ഫർഹ, സ്വർഗാവകാശികൾ ഈ വാർത്ത കേൾക്കുമ്പോ സന്തോഷത്തിന് അതിരില്ലാതെ ആഹ്ലാദിക്കുകയാണ്, തുള്ളിച്ചാടുകയാണ്. എന്നാൽ വയസ്ദാദു അഹ്ലുൻ നാർ ഹുസ്നൻ ഇലാ ഹുസ്നാ, നരകക്കാർ ഈ വാർത്ത കേൾക്കുമ്പോ കരയുകയാണ്, നിലവിളിക്കുകയാണ്. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രമിക്കുന്ന ഈ സദസ്സിലുള്ള, ഇതിന്റെ പരിസരത്തുള്ള, ഇൻഷാ അല്ലാഹ് റബ്ബിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഈ സീതി നാളെ കാണുന്ന സഹോദരങ്ങളെ, ഇത് നെറ്റിലൂടെയോ മറ്റ് സംവിധാനങ്ങളിലൂടെയോ റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് പുറത്തു പോകുമ്പോൾ അതൊക്കെ ശ്രമിക്കുന്ന എന്നോടെന്ന പോലെയുള്ള സകല സഹോദരങ്ങളോടും ഞാൻ ഹൃദയത്തിൽ തട്ടിക്കൊണ്ട് പറയാണ്, നമ്മൾ പാരമ്പര്യവാദമായ അന്ധവിശ്വാസങ്ങളെ വലിച്ചെറിയണേ. ഈ സമുദായത്തെ നയിക്കുന്ന മുസ്ലിയാക്കന്മാര് അഹ്ലുസുന്നയുടെ പേരിൽ നിർമ്മിച്ചുണ്ടാക്കിയ മാലകളും മൗലിദുകളുമാകുന്ന കെട്ടുകഥകളിൽ നിന്ന്, അബദ്ധവിശ്വാസത്തിൽ നിന്ന് രക്ഷപ്പെടണേ. ശിർക്കാകുന്ന വൻപാപങ്ങളിൽ നിന്ന്, സുന്നത്തിനെ തള്ളിക്കളഞ്ഞ് വിദഅത്താകുന്ന ഈ രൂപത്തിലുള്ള വൻപാപങ്ങളിൽ നിന്ന് മുഅ്മിനീങ്ങളെ നമ്മൾ രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ നമ്മുടെ മരണം വളരെ അപകടകരമാണ്. അതോടൊപ്പം തന്നെ ഖബറിൽ നമുക്ക് വമ്പിച്ച ശിക്ഷയാണ്. ഉയർത്തെഴുന്നേൽക്കുന്ന ആളാകുന്ന മഹ്ശറില് ഒരു ചാണ് സൂര്യന്റെ ചുവട്ടില് പാപത്തിന്റെ തോതനുസരിച്ച് ഒരു കാലിൽ മേൽ നൂറുകണക്കിന് കാലുകൾ ചവിട്ടിക്കൊണ്ട് വിയർപ്പിലങ്ങ് മുങ്ങിക്കുളിച്ച് നിൽക്കുമ്പോ യൗമയദഉ ആദമു അംബിയാ നഫ്സി 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 നഫ്സിയാ വയൗമയദഉ ഖൈറ ഖൽഖി അംബിയാ ഉമ്മത്തിയാ ഉമ്മത്തിയാ ഉമ്മത്തി. ആ പരലോകത്തിലെ മഹ്ശറിലെ ഭയാനകരമായ അവസ്ഥ സഹോദരങ്ങളെ, അമ്പിയാക്കൾ പോലും സ്വന്തം ശരീരത്തെക്കുറിച്ച് വെത്രാളപ്പെടുന്ന ദിനമാണ്. ഓരോരുത്തരും തമ്മിൽ കുടുംബ ബന്ധങ്ങളാണ്, ഉമ്മയാണ്, വാപ്പയാണ്, ജേട്ടനാണ്, അഞ്ചനാണ്, ബന്ധുക്കളാണ്, പ്രിയപ്പെട്ട കൂട്ടുകാരാണ്, മക്കളാണ്. ആരും ആരെയും തിരിഞ്ഞു നോക്കുന്നില്ല. വലാ യസ്അലുക ഹമീമൻ ഹമീമാ, ഒരു ഉറ്റബന്ധു മറ്റൊരു ഉറ്റബന്ധുവിന് നോക്കുന്ന പോലുമില്ല. കാരണം അത്രമാത്രം വെപ്രാളമാണ്. ആ മഹ്ശറിൽ പ്രിയപ്പെട്ടവര് സത്യനിഷേധികളായി, ശിർക്ക് ചെയ്തവരായി, ഹറാമ് ചെയ്തവരായി, തോന്നിയാസികളായി ജീവിച്ച മനുഷ്യന്മാര് മുത്തുനബിയുടെ ആധാരം കൈവിട്ടുകൊണ്ട്, അല്ലാഹു നബിയോട് നൽകിയ ഖുർആനും സുന്നത്തും കൈവിട്ടുകൊണ്ട് പ്രമാണങ്ങളിലേക്ക് തിരിച്ചു വരാതെ നാട്ടുനടപ്പിലൂടെ ഒഴുകിയവര് അള്ളാഹുവിന്റെ കോടതിയിൽ വെച്ചുകൊണ്ട് ഖേദിക്കുന്ന രംഗം ഖുർആൻ പറയാ, യാ വൈലതാ ലൈതനീ ലം നത്തഖിദ് ഫുലാനൻ ഖലീലാ لقد ضلني بعد الإنسان وكان الشيطان للإنسان خذولا. എന്താണ് അല്ലാഹു തആല 25-ാം അധ്യായം സൂറത്ത് ഫുർഖാൻ 28-29 ആയത്തിലൂടെ പറയുന്നത്? മുസ്ലിമേ, ഹൃദയത്തിൽ തൊട്ട് ചിന്തിച്ചോ സഹോദര. അക്രമികളായ ആളുകള് ഏറ്റവും വലിയ അക്രമമേതാ? 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാനില് 14-ലൂടെ അല്ലാഹു പറഞ്ഞില്ലേ, ഇന്ന ശിർക ലദുൽമുൻ അളീം. ഏറ്റവും വലിയ അക്രമം അത് അല്ലാഹുവിൽ പങ്കുവെക്കലാ ശിർക്കാണ്. ആ അക്രമം മുതൽ അതിന് താഴെയുള്ള ബിദ്അത്താകുന്ന മഅസിയത്താകുന്ന സകലമായ അക്രമങ്ങളും ചെയ്തു പോയിട്ടുള്ള മനുഷ്യന്മാര് വായിലേക്ക് കൈ നിവർത്തി വെച്ച് കടിച്ചിട്ട് വിലപിച്ചുകൊണ്ടവർ പറയുകയാണ്, എന്റെ നാശമേ, എന്റെ നഷ്ടമേ,
ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ഉത്തമമായ ഒരു മാർഗം പിൻപറ്റിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേര്. ഞാൻ ഇന്നാലിന് എന്റെ കൂട്ടുകാരന്, മഹല്ലിലെ ഇന്നാലിന്റെ പുരോഹിതന്മാര്, നേതാക്കന്മാര് ഒക്കെ അന്ധമായി പിൻപറ്റിയത് കൊണ്ടാണല്ലോ എനിക്ക് ഈ അവസ്ഥ വന്നുപോയത് എന്ന് വിലപിക്കുന്ന മനുഷ്യന് രക്ഷയില്ല. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അവനതാ അവിടെ വെച്ചുകൊണ്ട് തന്നിഷ്ടം സ്വീകരിച്ചതിന്റെ ഭാഗമായി പിശാചിന്റെ കുതന്ത്രങ്ങളിൽ അകപ്പെട്ടുപോയി അവൻ നരകത്തിലേക്ക് വീഴുകയാണ്. നാളെ റബ്ബിന്റെ കോടതിയിൽ മഹ്ശറിൽ വെച്ചിട്ട് അല്ലാഹുവിന്റെ ഹബീബ് ഈ മുസ്ലിം ഉമ്മത്തിനെ നോക്കിക്കൊണ്ട് പരാതി പറയുന്നത് ഖുർആൻ പറയുന്നുണ്ട്. ഇതേ അധ്യായത്തിൽ തന്നെ വഖാല റസൂൽ എന്ന് പറയും, യാ റബ്ബേ, എന്റെ റബ്ബേ, ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ. ഈ ഉമ്മത്ത് മുസ്ലിമ ഖുർആനിൽ അകന്നുകോടിയിൽ തള്ളിക്കളഞ്ഞുള്ള. ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്താ സഹോദരങ്ങളെ? സൂറത്ത് യൂസുഫിലെ 57 സൂറത്ത് യൂസുഫിലെ 57-58 ആയത്തിലുള്ള അല്ലാഹു തആല പഠിപ്പിച്ചില്ലേ, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഖദ് ജാഅകും മൗഇദത്തും മിർ റബ്ബിക്കും വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ. നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ള സകലമായ വൃത്തികേടുകൾക്കോ നേർമാർഗം കാണിക്കുന്ന ഔഷധഗന്ധമാണ് ഖുർആൻ. അതുകൊണ്ട് തന്നെ ആ ഖുർആൻ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിന്റെ ഭരണഘടനയാണ്. ആ വെളിച്ചത്തെ അവഗണിച്ച ആ ആളുകൾ ഇന്ന് മരിച്ചിടത്ത് ഖുർആൻ ഓതുകയാണ്. ആ മയ്യത്തിന് കൂലി കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് സഹോദരങ്ങളെ റസൂലിനെ പഠിപ്പിക്കാത്തത് ചെയ്യുകയാണ്. അത് ഉറുക്കിലാക്കി ഏലസിലാക്കി ശരീരത്തിൽ കെട്ടുകയാണ്. അതുപോലെ റമദാൻ വരുമ്പോൾ മാത്രമൊന്ന് ഖത്തം തീർത്തുകൊണ്ട് പിന്നീട് 11 മാസം പൊടിപുരണ്ട് കിടക്കുകയാണ്. അതുകൊണ്ട് ഓർത്തോ, അള്ളാന്റെ ലോകത്ത് പരലോകത്ത് റസൂലിനെ പറയാണ്, യാ റബ്ബ്, എന്റെ റബ്ബേ, ഇന്ന ഖൗമി ഇത്തഖദൂ, എന്റെ ഈ സമുദായമുണ്ടല്ലോ, ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ, ഖുർആൻ അകന്നുകോടിയിൽ തള്ളിക്കളഞ്ഞു അല്ലാഹ് എന്ന റബ്ബിന്റെ മുമ്പിലുള്ള പരാതിയിൽ ആ ചുരൽ ചൂണ്ടലിൽ നമ്മൾ അകപ്പെട്ടു പോകരുത്. മറിച്ച് ഖുർആനും സുന്നത്തുമാകുന്ന ഇസ്ലാമിന്റെ ആധാരം മഹാന്മാരായ സ്വഹാബത്തിന്റെ പാതയിലൂടെ, താബികളുടെ പാതയിലൂടെ മുറുകെ പിടിച്ച് വലതു കൈയിൽ എന്തുമേറ്റുവാങ്ങി അർശിന്റെ തണലിൽ പോയി വിശ്രമിച്ച് ഹൗദുൽ കൗസർ എന്ന പാനീയമാകുന്ന പാലിനേക്കാൾ വെളുപ്പുള്ളതും തേനിനേക്കാൾ മധുരമുള്ളതും കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതുമായ ആ പാനീയം കുടിച്ചുകൊണ്ട് സിറാത്ത് എന്ന പാലത്തിലൂടെ അതിവേഗതയിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണോ? അല്ലാതെ ഇടത് കൈയിൽ എന്തുമേറ്റുവാങ്ങി നിലവിളിച്ച് സഹോദരങ്ങളെ ഖബറിനെ നരകത്തിലേക്ക് ആട്ടിത്തെളിച്ച് കൊണ്ടുപോയിട്ട് നരകത്തിന്റെ തീനാളങ്ങളിൽ വണ്ടുരുകിയിട്ട് അവിടെ വെച്ചുകൊണ്ട് സൂറത്തുൽ മുൽക്കിലെ 11-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞില്ലേ, അല്ലാഹ് ഞങ്ങൾക്ക് തന്ന ബുദ്ധി കൊണ്ട് ഞങ്ങൾ ഇതിനെക്കൊന്ന് കേൾക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്തിരുന്നെങ്കിൽ ഈ നരകത്തിൽ ഞങ്ങൾ അകപ്പെടുകയില്ലായിരുന്നല്ലോ എന്ന് അവിടെ വെച്ച് കരഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം കത്തിയാളുന്ന ഭയാനകരമായ ശിക്ഷയുടെ കേദാരമായ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആധാരമായ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അതിനെ മനസ്സിലാക്കേണ്ട സ്രോതസ്സിലൂടെ, മെത്തഡോളജിയിലൂടെ, രീതിശാസ്ത്രത്തിലൂടെ അത് മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് സമൂഹത്തിൽ ഇന്ന് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ പേരിൽ പ്രചരിപ്പിക്കപ്പെടുന്ന സകലമായ ഖുറാഫാത്തുകളിൽ നിന്നും അന്ധവിശ്വാസത്തിൽ നിന്നും മാറി നിന്ന് ഇസ്ലാമിന്റെ സുന്നത്ത് സ്വീകരിച്ച് മാതൃകയുള്ളവരായി ജീവിച്ച് മരിക്കുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ഈ സമൂഹത്തിൽ ഒരുപാട് ആളുകൾ ഈ പണ്ഡിതന്മാരുടെ അന്ധവിശ്വാസം കടപ്പെട്ടുപോയവരാണ്. അല്ലാഹു അവർക്ക് നേർമാർഗം കാണിക്കുമാറാകട്ടെ. അല്ലാഹു തആല അവർക്ക് നമ്മുടെ സംസാര ജന്മനസ്സുകളിൽ വമ്പിച്ച സ്വാധീനമുണ്ടാക്കി കൊടുക്കുമാറാകട്ടെ. ഇതിനുവേണ്ടി സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും ഇൽമു കൊണ്ടും മാനസിക പിന്തുണ കൊണ്ടും എല്ലാം സഹോദരങ്ങളെ സഹകരിക്കുന്ന നമുക്കെല്ലാം അല്ലാഹു അർഹമായ തോതിൽ പ്രതിഫലം നൽകുമാറാകട്ടെ. ഉന്നതമായ സ്വർഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ അമ്പിയാക്കളുടെ, ശുഹദാക്കളുടെ, സ്വാലികളുടെ, സജ്ജനങ്ങളുടെ കൂടെ അണിചേരാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വരാൻ പോകുന്ന പരിശുദ്ധ റമദാനിലേക്ക് ഇറങ്ങാൻ കഴിയാതെ ആരോഗ്യകരമായ പ്രശ്നം കൊണ്ട് രോഗം ബാധിച്ച് വീടുകളിലും ഹോസ്പിറ്റലിലും കിടക്കുന്നവരുണ്ട്. ഈ സദസ്സിൽ പോലും മരുന്ന് കുടിച്ച് കഴിയുന്നവരുണ്ടാകാം. അല്ലാഹു തആല എല്ലാവർക്കും എല്ലാ രോഗവും ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് കൃത്യമായ ഇതുപോലെ ഇതിനു വേണ്ടി ഈ രൂപത്തിൽ നമുക്ക് പരിപാടികൾ സംഘടിപ്പിച്ച് ഓടി നടക്കുന്നവർക്ക് അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല ഈമാനോടുകൂടി സഹോദരങ്ങളെ മരിച്ചു പോകാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയി നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഭാര്യാസന്താനങ്ങൾ, സഹോദരങ്ങൾ എല്ലാവർക്കും അല്ലാഹു ഖബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾ അല്ലാഹു ആദരിക്കുവാനും ബഹുമാനിക്കുവാൻ അവരുടെ കടപ്പാടുകൾ തീർക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.